ക്ഷേമ പെൻഷനിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ വകുപ്പ് തല നടപടി വരും. കൈപ്പറ്റിയ പണം അടപ്പിക്കാനും നിർദ്ദേശം കൊടുത്തു. മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. ഈ തട്ടിയെടുത്ത പണം തിരിച്ചടച്ചതുകൊണ്ട് മാത്രം കാര്യമായോ എന്ന് ചോദിച്ചാൽ ഇല്ല. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഗൗരവമായി കണ്ടാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. തദ്ദേശ വകുപ്പുകളിലെ മന്ത്രിമാരും പ്രധാന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തട്ടിപ്പുകാർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. മസ്റ്ററിംഗും കൂടുതൽ കാര്യക്ഷമമാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണവകുപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ളത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നിർദ്ദേശിക്കുക. അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. BMW വാഹനോടമകൾ ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കാനാണ് തീരുമാനം. അനർഹരെന്ന് കണ്ടെത്തിയ 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 മലപ്പുറം, തിരുവനന്തപുരം.